ഇഷ്ടികയിൽ പണിത ഒരു 2 നില വീടിൻ്റെയും 3 ഏക്കറോളം കൃഷിസ്ഥലത്തിൻ്റെയും വീഡിയോ ദൃശ്യങ്ങളാണ് നമ്മളിന്ന് കാണുന്നത്. ഇത് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായൊരു പ്രോപ്പർട്ടിയാണ്. ആദായമായിട്ട് പറയാനുള്ളത് മൊത്തം കായ്ക്കാൻ തുടങ്ങിയ കവുങ്ങാണ്. അതുകൂടാതെ ഈ സ്പേസിൽ മുഴുവൻ കപ്പയിട്ടുകൊണ്ടിരിക്കുന്നതാണ്. നല്ല സ്ട്രോങ് വീടാണ്. പറ്റാത്ത കിണർ വെള്ളമുണ്ട്. 4 ബെഡ്റൂം വീടാണ്. താഴെ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം. താഴെ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ്, ഒരു കോമൺ, മുകളിലൊരു കോമൺ ബാത്റൂം. കയറി താമസിച്ചിട്ട് 20 വർഷത്തോളമായ മനോഹരമായൊരു സ്ട്രോങ് വീടാണ്. നേരത്തെ ഇഷ്ടികയിലും ആറ്റുമണലിലും പണിത സ്ട്രോങ് വീട്. നല്ലൊരു കൃഷിപ്പുരയിടത്തോടു കൂടി. ഈ സ്ഥലത്തിന് മാത്രമേ ഉടമസ്ഥൻ വില പറയുന്നുള്ളൂ. വീട് തികച്ചും ഫ്രീ ആണ്. സ്ഥലത്തിന് സെന്റിന് 40,000 രൂപയാണ് പറയുന്നത്. നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ്. ലൊക്കേഷൻ വരുന്നത് പാലാ മുത്തോലിക്കും കുഴുവനാലിനും ഇടയ്ക്കായിട്ട് ബസ് റോഡിൽ നിന്നും 800 മീറ്റർ മാത്രം മാറിയാണ്. തെങ്ങും കവുങ്ങുമൊക്കെ കായ്ച്ചു നിൽക്കുന്നു. റബ്ബറിനേക്കാൾ കൂടുതൽ ആദായമുള്ള കവുങ്ങാണ് ഈ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ പ്ലാവിൻ്റെ കൃഷിയുമുണ്ട്. ഈ കാണുന്ന കായ്ക്കാൻ തുടങ്ങിയ പ്ലാവും തൈയും ഇതിൻ്റെ അകത്തുള്ളതാണ്. ആ കാണുന്നതാണ് പഞ്ചായത്ത് റോഡ് വരുന്നത്. അവിടെ നേരിട്ട് വീട്ടിലേക്ക് എൻട്രൻസ് ആണ്. പഞ്ചായത്ത് റോഡിന് നല്ല ഫ്രണ്ടേജ് ഈ സ്ഥലത്തിനുണ്ട്. ഇപ്പോൾ അടയ്ക്കായ്ക്കൊക്കെ നല്ല വിലയുള്ളതുകൊണ്ട് റബ്ബർ കൃഷിയേക്കാളിലൊക്കെ വളരെ ലാഭകരമാണ് അടയ്ക്ക കൃഷി. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള നാളികേരം ഈ പറമ്പിൽ നിന്ന് ലഭിക്കുന്നതാണ്. കവുങ്ങിൻ്റെ എൻഡ് വരെയാണ് സ്ഥലമുള്ളത്. നല്ലൊരു ലാൻഡാണ്. ഏതാണ്ട് 3 ഏക്കറോളം അളവ് വരുന്നതാണ്. ഈ സ്ഥലത്ത് കിണർ കൂടാതെ 2 പടുതാക്കുളം എക്സ്ട്രാ ഉണ്ട്. അവിടെ വേണമെങ്കിൽ മീനൊക്കെ വളർത്താവുന്നതാണ്. ബാക്കിൽ ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന വാഴ നിൽക്കുന്ന സ്ഥലം വരെയാണ് ഇതിൻ്റെ അതിർത്തി വരുന്നത്. നല്ല മണ്ണാണ്. ഏത് കൃഷിക്കും അനുയോജ്യമായ നല്ല മണ്ണാണ്. ഇവിടെ ഈ വാഴ നിൽക്കുന്നതാണ് അതിർത്തി വരുന്നത്. നേരെ അങ്ങോട്ട് പോകുന്നു. വലിയ 2 ജാതികൾ മുറ്റത്ത് തന്നെ ഉണ്ട്. അതുകൂടാതെ മുകളിൽ ഒരു കപ്പലുമാവുണ്ട്. വലിയ പ്ലാവുകൾ വേറെയുണ്ട്. ഈ ഒരു ഏരിയ കപ്പ കൃഷിക്കും വാഴക്കൃഷിക്കും ഉപയോഗിക്കുന്ന ഏരിയയാണ്. കുറച്ച് ഉയർന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. റോഡിൽ നിന്നുള്ള സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും വ്യൂ വരുന്നത്. ഇതിൽ മറ്റൊരു റോഡും പോകുന്നുണ്ട്. ഈ മൊത്തം സ്ഥലം വേണ്ടാത്തവർക്കായിട്ട് മുകളിൽ കാണുന്ന ആ കാലി സ്ഥലം 50 സെൻറ്റ് വേണമെങ്കിലും മുറിച്ചും കൊടുക്കുന്നതാണ്. ആ കാണുന്ന കാലി സ്ഥലമാണ് 50 സെൻറ്റ് വരുന്നത്. അതും ഇതിൻ്റെ അകത്ത് പെട്ട സ്ഥലമാണ്. ഇതൊക്കെ കംപ്ലീറ്റ് വാഴ നിൽക്കുന്ന ഏരിയ. ആ ഭാഗത്തോട്ട് മുഴുവൻ പച്ചക്കറി കൃഷിയാണ്. ഇതാണ് പറ്റാത്തവർക്കുള്ള കിണർ വരുന്നത്. മറ്റൊരു പടുതാക്കുളം. അങ്ങോട്ട് മുഴുവൻ പച്ചക്കറി കൃഷിയാണ്. ഇതാണ് കപ്പലുമാവ് വരുന്നത്. ഇവിടെയെല്ലാം പയറ് പാവൽ കൃഷികളായിരുന്നു. കോവല് എല്ലാം വേനലായതുകൊണ്ട് ഇപ്പോൾ നിലവിൽ നടക്കുന്നില്ല. ചേന നടാൻ വേണ്ടി റെഡിയാക്കിയിരിക്കുന്ന സ്ഥലമാണ്. ഇതാണ് താഴത്തെ ഒരു കുളം വരുന്നത്. അതിൻ്റെ അപ്പുറം വലിയൊരു കുളമുണ്ട്. താഴെ മറ്റൊരു കുളമുണ്ട്. വീടിൻ്റെ ബാക്കിൽ തന്നെ 3 കുളമുണ്ട്. കൂടാതെ മുകളിലായിട്ട് ഒരു പടുതാക്കുളമുണ്ട്.
ഇത് വലിയൊരു ഉണ്ടപ്ലാവ് കായ്ച്ചു നിൽക്കുന്നു. ഈ തെളിഞ്ഞു കാണുന്ന ഏരിയ ആണ് സ്ഥലത്തിൻ്റെ ഇങ്ങേയറ്റം വരുന്നത്. ഇവിടെയൊക്കെ മീൻ കൃഷി നടത്താവുന്നതാണ്. മൊത്തത്തിൽ നല്ല അന്തരീക്ഷമുള്ള, വാങ്ങിക്കുന്നവർക്ക് വളരെ ലാഭകരമായ 3 ഏക്കറോളം പുരയിടവും 2 നില വീടുമാണ്. അകത്തൊക്കെ മൊത്തം ടൈലിട്ടിരിക്കുന്നതാണ്. നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന 2 നില വീടാണ്. കോട്ടയം ജില്ലയിൽ പാലാ മുത്തോലിക്കും കൊഴുവനാലിനും ഇടയ്ക്കായിട്ട് 3 ഏക്കറോളം സ്ഥലവും ഇഷ്ടികയിൽ പണിത 4 ബെഡ്റൂം 2 നില വീടും, ബസ് റോഡിൽ നിന്ന് 800 മീറ്റർ മാത്രം ദൂരം. സ്ഥലത്തിന് മാത്രം വില പറയുന്നു. വീട് തികച്ചും ഫ്രീ ആണ്. പറ്റാത്ത വെള്ളമുണ്ട്. സെൻറ്റിന് 40,000 രൂപ മാത്രം വില പറയുന്നു. നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ്. ഒന്ന് റിനോവേറ്റ് ചെയ്തെടുത്താൽ അടിപൊളി ഒരു വീടാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീടാണ്. നല്ലൊരു കൃഷിപ്പുരയിടത്തോടു കൂടി മനോഹരമായ ഈ സ്ഥലവും 2 നില വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക.